PSC ടേണിംഗ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 ഏപ്രിൽ 25 കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് 2023 ഏപ്രിൽ 25 കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ 25 ഉദ്ഘാടനം ചെയ്തത് ശ്രീ നരേന്ദ്രമോദിയാണ്. അടുത്ത ചോദ്യം നോക്കാം. കുടുംബശ്രീയുടെ സംസ്ഥാനതല കലോത്സവമായ അരങ്ങ് 2024 വേദി? ഉത്തരം ഓപ്ഷൻ സി ആണ് കാസർഗോഡ്. കുടുംബശ്രീയുടെ സംസ്ഥാനതല കലോത്സവമായ അരങ്ങ് 2024 വേദി കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡാണ് കുടുംബശ്രീയുടെ സംസ്ഥാനതല കലോത്സവമായ അരങ്ങ് 2024 വേദി. അടുത്ത ചോദ്യം. 2023 അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ. ഇന്ത്യയാണ് 2023 അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. 2023 അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയാണ് 2023 അറബിക്കടലിൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. അടുത്ത ചോദ്യം. 2023 സെപ്റ്റംബറിൽ ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസം? ഉത്തരം ഓപ്ഷൻ എ ആണ് തൃശ്ശൂർ. 2023 സെപ്റ്റംബറിൽ ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസമാണ് തൃശ്ശൂർ. അപ്പോൾ 2023 സെപ്റ്റംബറിൽ ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസത്തിൻ്റെ പേര് തൃശ്ശൂർ എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റ് പ്രകാരം കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ ചിലവുള്ളത് ഇവയിൽ ഏതിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് പലിശ അടയ്ക്കൽ. 2024-2025 കേന്ദ്ര ഇടക്കാല ബജറ്റ് പ്രകാരം കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ ചിലവുള്ളത് പലിശ അടയ്ക്കൽ എന്ന ഇനത്തിലാണ്. അപ്പോൾ പലിശ അടയ്ക്കലിലാണ് 2024-2025 കേന്ദ്ര ഇടക്കാല ബജറ്റ് പ്രകാരം കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ ചിലവുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യക്ക് വേണ്ടി രാജ്യാന്തര 2020 ക്രിക്കറ്റ് മത്സരം കളിച്ച ആദ്യ മലയാളി വനിത? ഉത്തരം ഓപ്ഷൻ ബി ആണ് മിന്നുമണി. മിന്നുമണിയാണ് ഇന്ത്യക്ക് വേണ്ടി രാജ്യാന്തര 2020 ക്രിക്കറ്റ് മത്സരം കളിച്ച ആദ്യ മലയാളി വനിത. ഇന്ത്യക്ക് വേണ്ടി രാജ്യാന്തര 2020 ക്രിക്കറ്റ് മത്സരം കളിച്ച ആദ്യ മലയാളി വനിത മിന്നുമണിയാണ്. അടുത്ത ചോദ്യം നോക്കാം. അനധികൃത ലഹരി മരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ CBI ആരംഭിച്ച ഓപ്പറേഷൻ? ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ ഗരുഡ. അനധികൃത ലഹരി മരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ CBI ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗരുഡ. അപ്പോൾ ഓപ്പറേഷൻ ഗരുഡ എന്നത് അനധികൃത ലഹരി മരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ CBI ആരംഭിച്ച ഓപ്പറേഷനാണ്. അടുത്ത ചോദ്യം. ലോകബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെയും സഹായത്തോടെ കേരളം നടപ്പാക്കുന്ന ഖരമാലിന്യ പരിപാലന പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ ആണ് മാറ്റം. ലോകബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെയും സഹായത്തോടെ കേരളം നടപ്പിലാക്കുന്ന ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ പേരാണ് മാറ്റം. അപ്പോൾ മാറ്റം എന്നത് ലോകബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെയും സഹായത്തോടെ കേരളം നടപ്പാക്കുന്ന ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് മാറ്റം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2023 നടന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം? ഉത്തരം ഓപ്ഷൻ എ ആണ് മോഗ. 2023 നടന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മോഗയാണ്. അപ്പോൾ മോഗയാണ് 2023 നടന്ന 37ാമത്തെ ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. അടുത്ത ചോദ്യം. കേരളത്തിൽ ഗോത്രഗ്രാം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല? ഉത്തരം ഓപ്ഷൻ എ ആണ് ഇടുക്കി. ഇടുക്കി ജില്ലയാണ് കേരളത്തിൽ ഗോത്രഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കേരളത്തിൽ ഗോത്രഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഇടുക്കിയാണ്. അപ്പോൾ ഇടുക്കിയാണ് കേരളത്തിൽ ഗോത്രഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി? ഉത്തരം ഓപ്ഷൻ സി ആണ് റഷ്യ. റഷ്യയായിരുന്നു 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ്.
റഷ്യയാണ് 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏതു ദേശീയോദ്യാനത്തിൽ നിന്നാണ് അടുത്തിടെ പെരുവാലൻ കടുവ, വയനാടൻ മുളവാലൻ എന്നീ പുതിയ ഇനം തുമ്പികളെ കണ്ടെത്തിയത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്നാണ് ഈയിടെ പെരുവാലൻ കടുവ, വയനാടൻ മുളവാലൻ എന്നീ പുതിയ ഇനം തുമ്പികളെ കണ്ടെത്തിയത്. പെരുവാലൻ കടുവ, വയനാടൻ മുളവാലൻ എന്നീ പുതിയ ഇനം തുമ്പികളെ കണ്ടെത്തിയത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്നാണ്. അപ്പോൾ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്നുമാണ് ഈയിടെ പെരുവാലൻ കടുവ, വയനാടൻ മുളവാലൻ എന്നീ പുതിയ ഇനം തുമ്പികളെ കണ്ടെത്തിയത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2024 ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ആണ് 10. 2024 ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ, അതായത് വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 10 ആണ്. അപ്പോൾ 2024 ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10 ആണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 10 ആണ് 2024 ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വനിതാ സംവരണ ബിൽ 2023 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അർജുൻ റാം മേഘ്വാൾ. അർജുൻ റാം മേഘ്വാളാണ് വനിതാ സംവരണ ബിൽ 2023 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ വനിതാ സംവരണ ബിൽ 2023 ലോക്സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാളാണ്. അപ്പോൾ അർജുൻ റാം മേഘ്വാളാണ് വനിതാ സംവരണ ബിൽ 2023 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിൻസി അലോഷ്യസ്. വിൻസി അലോഷ്യസിനെയാണ് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയാണ്. അടുത്ത ചോദ്യം, 2023 ഏപ്രിലിൽ അന്തരിച്ച കലാമണ്ഡലം ദേവകി ഏതു കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓട്ടൻതുള്ളൽ. 2023 ഏപ്രിലിൽ അന്തരിച്ച കലാമണ്ഡലം ദേവകി ഓട്ടൻതുള്ളൽ എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓട്ടൻതുള്ളൽ എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ് കലാമണ്ഡലം ദേവകി. 2023 ഏപ്രിലിലാണ് അന്തരിച്ചത്. 2023 ഏപ്രിലിൽ അന്തരിച്ച കലാമണ്ഡലം ദേവകി ഓട്ടൻതുള്ളൽ എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇമ്മാനുവൽ മക്രോ. ഇമ്മാനുവൽ മക്രോയാണ് 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി. അപ്പോൾ 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ഇമ്മാനുവൽ മക്രോ ആയിരുന്നു. ഇമ്മാനുവൽ മക്രോ ആയിരുന്നു 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി. അടുത്ത ചോദ്യം നോക്കാം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യ പുറത്തിറക്കിയ നാണയം? ഉത്തരം ഓപ്ഷൻ സി ആണ് 75 രൂപ. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യ പുറത്തിറക്കിയ നാണയം 75 രൂപയുടെ നാണയമാണ്. അപ്പോൾ 75 രൂപയുടെ നാണയമാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യ പുറത്തിറക്കിയ നാണയം. അടുത്ത ചോദ്യം, എത്ര ഘട്ടങ്ങളിലായാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 7. 7 ഘട്ടങ്ങളിലായാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 7 ഘട്ടങ്ങളിലായാണ്. 7 ഘട്ടങ്ങളിലായാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അവസാനത്തെ ചോദ്യം നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ ഏതു ഗ്രാമമാണ് കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അയിരൂർ. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ എന്ന ഗ്രാമമാണ് കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത്. അപ്പോൾ കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് അയിരൂർ എന്ന ഗ്രാമമാണ്. പത്തനംതിട്ട ജില്ലയിലാണ് അയിരൂർ ഗ്രാമം. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഏത് ഗ്രാമമാണ് കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത്? ഉത്തരം അയിരൂർ ആണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.